your attendance. Please mark your attendance. Then take the page number 102 and 103. Okay, 103. Animal homes. Okay, what we studied in our previous class? We studied about the animal homes. Animal homes alle nammal padichadu. Ano? 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 Yes or no? Yes, animal homes ആണ് നമ്മൾ പഠിച്ചത് അല്ലേ? ആനിമൽസ് ഒക്കെ താമസിക്കുന്ന അവരുടെ വീടുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ? കൗ, ഹോഴ്സ്, ഡോഗ്, ഷീപ്പ് ആൻഡ് ഹെൻ, റാബിറ്റ്. ഇത്രയും പേരുടെ ഹോംസിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ? വാട്ട് വി കോൾഡ് എ കൗസ് ഹോം. ഒരു കൗവിന്റെ ഹോമിനെ നമ്മൾ എന്താ പറയാ? എന്താണ് കശ്യപ്? വാട്ട് വി കോൾഡ് എ കൗസ് ഹോം, കൗ ഷെൽട്ടർ? എന്താണ്? ഷെഡ്. വെരി ഗുഡ്. കൗ ഷെഡ്. കൗ താമസിക്കുന്ന അല്ലെ? കൗവിന്റെ ഹോം ആണ് കൗസ് ഹോം. കൗസ് പ്ലേസസ് ഷെഡ്. SHED. ഷെഡ്. കൗ ഷെഡ് അല്ലെ? കൗ താമസിക്കുന്ന അതിന്റെ വീടിനെയാണ് ഷെഡ് എന്ന് പറയാ. SHED. ഷെഡ്. കൗ ഷെഡ്. Then next, horse. Horse. What we called a horse home. ഋത, എന്താണ് ഒരു ഹോഴ്സിന്റെ വീടിനെ നമ്മൾ പറയാ? സ്റ്റേബിൾ അല്ലേ? ഋതനെ മിസ് ഇന്നലെ പയ്യന്നൂര് കണ്ടല്ലോ. ഋത കണ്ടു അല്ലേ? മിസ് ഇങ്ങനെ പോകുമ്പോ ഋത ഫാത്തിമ എന്ന് പറഞ്ഞ ഒരു കാറ് വരുന്നുണ്ട്. അപ്പൊ മിസ് അതിന്റെ പേര് ഇങ്ങനെ ഋത ഫാത്തിമ എന്ന് വായിച്ചിട്ട് വിചാരിക്കാണ് നമ്മൾക്കൊരു ഋത ഫാത്തിമ ഉണ്ടല്ലോ എന്ന്. നോക്കുമ്പോഴുണ്ട് ആ കാറിന്റെ അകത്ത് നമ്മുടെ ഋത ഫാത്തിമ. അങ്ങനെയാ മിസ് കണ്ടത്. മിസ് ഇങ്ങനെ പോകുമ്പോ അതിന്റെ പേര് വായിച്ചു. ഋത ഫാത്തിമ എന്നാണല്ലോ ഇതിന്റെ പേര്. നമുക്കൊരു ഋത ഫാത്തിമ ഉണ്ടല്ലോ എന്ന്. നോക്കുമ്പോഴേക്ക് നമ്മുടെ ഋത ഫാത്തിമ ഉണ്ട് അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നു. ഓക്കെ, അപ്പൊ ഹോഴ്സിന്റെ ഹോം അല്ലേ? ഹോഴ്സ് ഷെൽട്ടർ ഇസ് സ്റ്റേബിൾ. ഓക്കെ, സ്റ്റേബിൾ. കൗ, ഷെഡ്, ഹോഴ്സ്, സ്റ്റേബിൾ. Then next, dog. ഡോഗിനും വേണം അല്ലേ ഷെൽട്ടർ? ഡോഗിനൊരു വീട് വേണ്ടേ? വേണം. ഡോഗിനും താമസിക്കാൻ പ്ലേസ് വേണം അല്ലേ? So what we called a dog's home. ആൻഡ്രിയ തെരേസ്, എന്താ മോളെ നമ്മൾ ഡോഗിന്റെ ഹോമിന് നമ്മൾ എന്താ പറയാ? ആൻഡ്രിയ തെരേസ്. ഓക്കെ, ഡോഗ്സ് ഹോം. Yes, kennel. We called a dog's home as kennel. Okay, KENNEL. Kennel. Okay, dog's home. Then next ആരാണ്? നെക്സ്റ്റ് ഷീപ്പ് ഉള്ളത് അല്ലേ? ഷീപ്പ് താമസിക്കാനും എന്ത് വേണം? ഷീപ്പിനും വീട് വേണം അല്ലേ? ഷീപ്പിന്റെ വീടിന് നമ്മൾ എന്താ പറയാ? തനുസ്, what we call the sheep's home? Pen. Yes, we called pen. 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 Okay. So cow, shed, horse, stable, dog, kennel, sheep, pen. Then next one. There is a hen and some chicks. അല്ലേ? കുറച്ച് ഒരു ഹെന്നും കുറച്ച് ചിക്സും ഉണ്ട്. ഹെന്നിന്റെ കുട്ടികളും ഉണ്ട് അവിടെ. So what we call the hen's home? അഭിജിത്ത്, എന്താണ് നമ്മളൊരു ഹെന്നിന്റെ വീടിന് പറയാ? Yes, it is coop. 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 Okay. So cow, shed, horse, stable, dog, kennel, then sheep, pen, hen, coop. Okay. Then last one, there is a rabbit's home. Okay. A rabbit in the home ഉണ്ട് അല്ലേ? What we call the rabbit's home? Joanna Zina. Yes.
എന്താണ് നമ്മുടെ റാബിറ്റിന്റെ വീടിനെ നമ്മൾ എന്താ പറയാ? മോള് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായില്ല അല്ലേ? വീട്ടിലില്ല. ഓക്കെ മിസ് പറയുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, നമ്മള് ആനിമൽ ഹോംസിനെ കുറിച്ചാണ് പഠിച്ചത്. ഇതില് കൗ ഷെഡ്, കൗ താമസിക്കുന്ന കൗവിന്റെ ഹോം, അതിന്റെ വീട്, അതിനെയാണ് നമ്മൾ ഷെഡ് എന്ന് പറയാ. കൗ ഷെഡ്. Then horse, stable. Horse home is stable. Then third one, dog. Dogന്റെ place ആണ്, dogന്റെ shelter ആണ് എന്ത്? Kennel. Then sheep. Sheepന്റെ place ആണ് ഇത്? Pen. P-E-N. Pen. Then next one, hen. Coop. Hen's home is coop. We call the hen's home is coop. C-O-O-P. Coop. Then next, rabbit. റാബിറ്റിന്റെ പ്ലേസിന് അല്ലേ, റാബിറ്റിന്റെ ഹോമിനെ നമ്മൾ എന്താ പറയാ? Jewel Siju, what we call the rabbit's home? Yes, that is hutch. Okay, റാബിറ്റിന്റെ വീടിന് നമ്മൾ ഹച്ച് എന്നാ പറയാ അല്ലേ? ഹച്ച്. Okay, so cow, shed, horse, stable, dog, kennel, sheep, pen, hen, coop, rabbit, hutch. ഇതിന്റെ ഒക്കെ വീടുകളെ പറയുന്ന പേരാണല്ലേ ഇത്? കൗവിന്റെ വീടിനെ ഷെഡ് എന്ന് പറയും, SHED, ഷെഡ്. ദെൻ ഹോഴ്സിന്റെ വീടിനെ നമ്മള് സ്റ്റേബിൾ എന്നാ വിളിക്കുക, സ്റ്റേബിൾ. അതിന്റെ വീടിനെ നമ്മൾ അങ്ങനെയാ പറയാ അല്ലെ? ദെൻ ഡോഗ് കെന്നൽ, ഷീപ്പ് പെൻ. Then hen coop, rabbit hutch. Okay, rabbit hutch. Then take the next page. Miss homework ആയിട്ട് ചെയ്തിട്ട് വരാൻ പറഞ്ഞിരുന്നു. Page number 104. Take the babies to their home. ബേബീസിനെ ഹോമുമായിട്ട് മാച്ച് ചെയ്യിക്കാൻ എത്ര പേര് ചെയ്തിട്ടുണ്ട് ഹോംവർക്ക് മിസ് തന്നിട്ടുള്ളത്? വൈഷ്ണവ് KP ചെയ്തു, യാൻദേവ് ചെയ്തിട്ടുണ്ട്, അനുശ്രീ ചെയ്തിട്ടുണ്ട്, ഋഷിദേവ് ചെയ്തു, കശ്യപ് ഷൈജു ചെയ്തിട്ടുണ്ട്, ഡിയോൺ ചെയ്തു, തനുഷ്കൃഷ്ണ ചെയ്തിട്ടുണ്ട്, അതിജിത്ത് ചെയ്തു, ദെൻ ദക്ഷിണ ചെയ്തിട്ടുണ്ട്, ദെൻ റദ ഫാത്തിമ ചെയ്തു, ആൻവി രതീഷ് ചെയ്തിട്ടുണ്ട്, ദെൻ ദക്ഷിത്ത്, ആഷിൽ ദേവ്, ആഷ്മി, ഏഞ്ചൽ മരിയ പ്രിൻസ്. ദെൻ ഇത്ര പേരെ ചെയ്തിട്ടുള്ളൂ. ആഷ്മി ചെയ്തു, പിന്നെ അമാൻ ചെയ്തിട്ടുണ്ട്, അമിക ചെയ്തു, ദക്ഷ പ്രദീപ് ചെയ്തിട്ടുണ്ട്, ദെൻ മുഹമ്മദ് സഹൽ PS, ദർശിത് രതീഷ്, ആൻഡ്രിയ അൽഫോൺസ്. ബാക്കിയുള്ളവരൊക്കെ ചെയ്യാതെ വന്നവരാണോ? അലോക് ചെയ്തിട്ടുണ്ട്, കൈ കാണിക്കുന്നുണ്ട്. ചെയ്തിട്ടുണ്ടോ അലോകെ? യെസ് ഓർ നോ? ഓക്കെ, യെസ്. ദെൻ കാശിനാഥ് ചെയ്തിട്ടുണ്ടോ? ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ കാശിനാഥ്? പനിയാണോ? ഹോസ്പിറ്റലിൽ പോയില്ലേ? ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടോ? നന്നായിട്ട് മരുന്ന് കഴിക്കണം, എന്നാലേ അസുഖം മാറൂ കേട്ടോ. പനി മാറിയിട്ട് ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ട് മിസ്സിനോട് പറയണേ. പനിയൊക്കെ മാറി ഞാൻ ചെയ്തു എന്ന് പറയണേ കേട്ടോ. പനി കുറയുമ്പോ ചെയ്യണേ. ജുവൽ സിജു ചെയ്തിട്ടുണ്ടോ? ജുവൽ ചെയ്തു. അപ്പൊ എല്ലാരും ചെയ്തിട്ടുണ്ട്
കുറച്ചു പേരേ ചെയ്യാത്തുള്ളൂ അല്ലേ? ദക്ഷിത്ത് ചെയ്തിട്ടില്ലേ? ദക്ഷിത്തെ ചെയ്യാത്തവരെന്ത് ചെയ്യാ? ഇപ്പൊ തന്നെ കേട്ടോ. അത് ആർണവേ ചെയ്തിട്ടുണ്ടോ? ആർണവ്, യെസ്. ഓക്കെ. അൻവിത മിസ് പറഞ്ഞ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ? അൻവിത PV? യെസ്. ഓക്കെ ഓക്കെ. ദക്ഷിത്ത്. ഓക്കെ, നമുക്ക് നോക്കാം അല്ലെ. ഫസ്റ്റ് വൺ ഏതാണ്? ഒരു ഏത് ബേബിയാ അവിടെ ഉള്ളത്? ഏത് ബേബിയാണത്? ഫസ്റ്റ് പിക്ചർ ആരാണത്? Who is the first one? നിഹാര. ആദ്യം കാണുന്ന പിക്ചർ ആരാണ്? നിഹാര. അൺമ്യൂട്ട് ചെയ്ത് നിഹാര. നിഹാരയുടെ കൂടെ ആരും ഇല്ലേ? ഓക്കെ. ദക്ഷിണ, ഫസ്റ്റ് പിക്ചർ ആരാണ് മോളെ? യെസ്, ഇറ്റ്സ് പപ്പി. പപ്പി. പപ്പീനെ നമ്മൾ എങ്ങോട്ടാ മാച്ച് ചെയ്യണ്ടേ? പപ്പിയുടെ വീടിന്റെ പേരെന്താണ്? എന്താണ്? യെസ്, കെന്നൽ. അപ്പൊ ഏതാണ് കെന്നൽ? അവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലേ. ഫോർത്ത് പിക്ചർ ആണ് കെന്നൽ. പപ്പി. വി വാണ്ട് ടു മാച്ച് വിത്ത് കെന്നൽ. പപ്പി, കെന്നൽ. നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പിക്ചർ നമ്മള് പപ്പി ആയിരുന്നു, മാച്ച് വിത്ത് കെന്നൽ. ആൻഡ് സെക്കൻഡ് വൺ, സെക്കൻഡ് പിക്ചർ then Eva Teres. Who is the second one? The second picture. ആരാണത് രണ്ടാമത് കാണുന്ന ചിത്രം? ആരാത്? ആരുടെ ചിത്രാണത്? ഈവ കണ്ടോ? പപ്പിയുടെ താഴെയുള്ളത് ആരാണ്? നോക്കിയേ. അറിയാമോ ആരാണ്? ഇതിന് ക്ലിയർ ആവുന്നില്ലല്ലോ ഇവ പറയുന്നത്. അമിക, who is the second one? ഹോസ് ആണോ? ബേബി ഹോസ് അല്ലേ? യെസ്, fall. ബേബി ഹോസ് ആണല്ലേ? ഇറ്റ് ഈസ് fall. സോ മാച്ച് വിത്ത് സ്റ്റേബിൾ. സ്റ്റേബിളുമായിട്ട് നമ്മൾ മാച്ച് ചെയ്യണം അല്ലേ? ഏതാണ് അതിന്റെ വീട്? ബേബി ഹോസ്. ഫോളിന്റെ വീട് ഏതാണ്? ദക്ഷിത്. ഏത് വീടാണ്? ഫസ്റ്റ് ആണോ, സെക്കൻഡ് ആണോ, തേർഡ് ആണോ, ഫോർത്ത് ആണോ, ഫിഫ്ത് ആണോ? ഏതാണ് അതില്? സ്റ്റേബിൾ. എത്രാമതാ ഉള്ളത് ആ പിക്ചർ? ആദ്യമാണോ രണ്ടാമതാണോ? 1 2 3 4 5. 5 ആണല്ലേ? യെസ്, ഫിഫ്ത് വൺ ആണല്ലേ? സ്റ്റേബിൾ. സോ രണ്ടാമത്തെ ചിത്രം സ്റ്റേബിളുമായിട്ട് വരച്ചിട്ട് മാച്ച് ചെയ്യുക അല്ലെ? ഏറ്റവും ലാസ്റ്റ് ചിത്രത്തിലേക്ക് വരച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ? ചെയ്യാത്തവര് ഇപ്പൊ ചെയ്യാ. Then third one, who is that? Third picture. മൂന്നാമതൊരു ആനിമലിന്റെ പിക്ചർ ഉണ്ടല്ലേ? അത് ഏത് ആനിമൽ ആണ്? സഹലെ, മുഹമ്മദ് സഹൽ. തേർഡ് വൺ കിഡ് ആണോ? ഷീപ്പിന്റെ ബേബി ഷീപ്പിന്റെ പേരെന്താണ്?
goat, kid, sheep, Adida. lamb ആണ് കേട്ടോ, lamb. Sheep, lamb. So it's a baby sheep called lamb, and we want to match with which picture? ഏത് പിക്ചർ ആയിട്ടാ മാച്ച് ചെയ്യിക്കേണ്ടത് അമാൻ? ബേബി ലാംബിന്റെ വീട് ഏതാണ്? ഷീപ്പിന്റെ വീടിനെ നമ്മൾ എന്ത് പറയും? ഷീപ്പിന്റെ വീടിനെ പെൻ. ഏതാണ് പെന്നിന്റെ പിക്ചർ? ഫസ്റ്റ് ആണോ, സെക്കൻഡ് ആണോ, തേർഡ് ആണോ? ഫസ്റ്റ് വൺ അല്ലേ? സോ മാച്ച് വിത്ത് ദ ഫസ്റ്റ് പിക്ചർ. ഷീപ്പ്, പെൻ, ലാംബ് അല്ലേ? ലാംബ് എവിടേക്കാണ് വരക്കേണ്ടത്? പെന്നിലേക്കാണ്. ഫസ്റ്റ് വൺ. Then next, what is the next picture, Daksha? The fourth picture. Who is that? Yes, it's a chick, and we want to match with the പിക്ചറായിട്ട് മാച്ച് ചെയ്യണ്ടേ? ചിക്കിന്റെ വീട് ഏതെന്ന് പറഞ്ഞു കൊടുക്ക്. ചിക്കിന്റെ വീടിന്റെ പേരെന്താണ്? പെന്നിന്റെ വീട് വീടിന്റെ പേരെന്ന് എന്നോടാ ചോദിക്കുന്നു, പറയും. Coop. Yes, coop. So match with the third picture അല്ലേ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് വൺ ആണ് coop അല്ലേ? മൂന്നാമത്തെ ചിത്രം coop. Then last one. ലാസ്റ്റ് ഒരാൾ ചിരിച്ചോണ്ട് നിൽക്കുന്നുണ്ട് അല്ലേ? ലാസ്റ്റ് ഒരു പിക്ചർ നന്നായി ചിരിച്ചു നിൽക്കുന്നുണ്ട്. ആരാ അത് നോക്കാം അല്ലെ നമുക്ക്? അലോകേ, അവിടെ എന്താ ചെയ്യുന്നേ? ശ്രദ്ധിക്കുന്നില്ലേ? ഓക്കെ. ലാസ്റ്റ് വൺ ആരാണ്? ലാസ്റ്റ് കാണുന്ന ഒരു പിക്ചർ ഏത് ബേബിയാണത്? ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക്. Shed. അതിന്റെ പേരെന്താണ്? കാവ് ആണോ, കാപ്പാണോ? Cow. It is the calf. Yes, calf, and match with the shed. The second one അല്ലേ? സെക്കൻഡ് പിക്ചർ. സെക്കൻഡ് പിക്ചർ ആണ് മാച്ച് ചെയ്യേണ്ടത് അല്ലേ? calf, shed. Okay. The first one, puppy, kennel, fall, then stable, lamb, pen, chick, coop, calf, shed. Okay. Then take the next page. Is this my home? ഇതാണോ എന്റെ വീട് എന്ന് പറയുന്ന ഒരു സ്റ്റോറി ഉണ്ടല്ലേ? അവിടെ ഒരു കഥയുണ്ട് കൊടുത്തിട്ടല്ലേ? ജസ്റ്റ് നറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? Is this my home എന്ന് പറയുന്ന ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട് അല്ലേ? കഥയാണത്. നമുക്ക് ആ കഥയൊന്ന് പറഞ്ഞാലോ? പറയാല്ലേ? എന്താണ് Is this my home? സോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ലാസ്റ്റ് പേജിൽ എന്തുണ്ട്? ആ കഥ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിന്റെ ലാസ്റ്റ് ആ കഥ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം അല്ലെ? ഒരു ചെറിയ ബേർഡ് ഉണ്ടല്ലേ? ഒരു സ്പാരോ or a chirp is there, a small bird. So ബേർഡ് പോയിട്ട് ആദ്യം റാബിറ്റിനോട് എന്തോ ചോദിക്കുന്നുണ്ടല്ലേ? Is this my home? ഇതാണോ എന്റെ വീട് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ റാബിറ്റ് നോ. Then second one, ഒരു ഡക്കിന്റെ അടുത്ത് പോയിട്ട് എന്ത് ചോദിക്കുന്നുണ്ട്? Is this my home? അപ്പൊ ഡക്കും പറയാണ് നോ, അല്ല, ഇതല്ല നിന്റെ വീട്. Then third, is this my home? എന്നൊരു ടൈഗറിനോട് ചോദിക്കുകയാണ്. അപ്പൊ ടൈഗറും നല്ല ദേഷ്യത്തിൽ പറയുന്നുണ്ട് നോ, ഇതല്ല നിന്റെ വീട്. Then last, is this my home? Yes, this is your home. അപ്പൊ ഈ സ്റ്റോറി കുറച്ചാ കൊടുത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു ബേർഡിനല്ലേ, ആ ബേർഡിന് അതിന്റെ വീട് കാണാതായി, വീട് അറിയാതായി, അത് വഴി തെറ്റി എവിടെയോ പോയി. എന്നിട്ട് അത് അതിന്റെ വീട് അന്വേഷിച്ച് നടക്കുന്ന സ്റ്റോറിയാണ് അല്ലേ Is this my home?
ഓരോരുത്തരോടും പോയിട്ട് ചോദിക്കാണ്, ഇതാണോ എന്റെ വീട്, ഇതാണോ എന്റെ വീട് എന്ന് എല്ലാരോടും ചോദിക്കുന്നുണ്ട് അല്ലേ. സോ നമുക്ക് നോക്കാം ആ സ്റ്റോറി എങ്ങനെയാണെന്നല്ലേ. വീട് കാണാതായി, വീട് അന്വേഷിച്ച് നടക്കാണ് അത്. ആര്? ഒരു ലിറ്റിൽ ബേർഡി. ഓക്കെ, സോ ഈസ് ദിസ് മൈ ഹോം. സോ ലിസൺ. Little birdie was playing in the forest with his brothers and sisters. He saw some ants carrying small grains. He wanted to know where they were going, so he followed them. The ants went into a tiny hole in the ground. Birdie turned around. He could not find his brothers and sisters. He was lost. He did not know how to get back home. He walked, he ran, he flew. Then he saw Bunny Rabbit standing outside his home. Is this my home? Birdie asked Bunny. Bunny said, no, but please come in and have a picture of carrot. അതാണ് ഫസ്റ്റ് പിക്ചർ അല്ലേ. എന്താണ്? A little birdie. Little birdie means a small bird. ഒരു കുഞ്ഞു പക്ഷി അല്ലേ, little birdie. Then once he was playing in the forest with his brothers and sisters. ഒരു കുഞ്ഞു പക്ഷി ഒരു ദിവസം എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? കാട്ടിൽ വെച്ചിട്ട് അതിന്റെ ബ്രദേഴ്സിന്റെയും സിസ്റ്റേഴ്സിന്റെയും കൂടെ കളിക്കുകയായിരുന്നു അല്ലെ. നിങ്ങൾ നിങ്ങളുടെ ബ്രദേഴ്സിന്റെയും സിസ്റ്റേഴ്സിന്റെയും ഒക്കെ കൂടെ കളിക്കാറില്ലേ? ഉണ്ടോ? 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 യെസ് ഓർ നോ? യെസ്, കളിക്കാറുണ്ട്. So just like that, a little birdie once playing in the forest with his brothers and sisters. അവരുടെ ബ്രദേഴ്സിന്റെയും സിസ്റ്റേഴ്സിന്റെയും ഒക്കെ കൂടെ കാട്ടിൽ ഒരു ലിറ്റിൽ ബേർഡി കളിക്കുകയായിരുന്നു. നിങ്ങളെ പോലുള്ള ലിറ്റിൽ ബേർഡി ആണല്ലേ, കുഞ്ഞു പക്ഷിയാണല്ലേ. നിങ്ങളൊക്കെ ലിറ്റിൽ ബേർഡ്സ് അല്ലേ, കുഞ്ഞു പക്ഷികളല്ലേ. അതുപോലുള്ള ഒരു കുഞ്ഞു പക്ഷി എന്താണ്, കാട്ടിൽ നിന്ന് ഒരു ദിവസം ബ്രദേഴ്സിന്റെയും സിസ്റ്റേഴ്സിന്റെയും ഒക്കെ കൂടെ കളിക്കുകയാണ്. At that time he saw, ആ സമയത്ത് അവൻ കണ്ടു എന്ത്? Some ants carrying small grains. ചില ants എന്ത് ചെയ്യുന്നുണ്ട്? എന്താണ് മോളെ ആശ്മി? ശ്രദ്ധിക്കണേ. അപ്പൊ എന്ത് കണ്ടു? കുറച്ച് ചെറിയ ഉറുമ്പുകള്. നിങ്ങൾക്ക് സ്റ്റോറി കേൾക്കണ്ടേ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? കഥ കേൾക്കണോ? പറയണോ? പറയുന്നില്ല. പറയണ്ടെങ്കിലേ മിസ് പറയുന്നില്ല, കേൾക്കണമെങ്കിലേ പറയുന്നുള്ളൂ. കേൾക്കണോ? യെസ് ഓർ നോ? യെസ്, ഓക്കെ. അപ്പൊ ഒരു ദിവസം ലിറ്റിൽ ബേർഡി കാട്ടില് ബ്രദേഴ്സിന്റെയും സിസ്റ്റേഴ്സിന്റെയും ഒക്കെ കൂടെ കളിക്കുമായിരുന്നു. ആ സമയത്ത് എന്ത് കണ്ടു? He saw some ants carrying small grains. കുറച്ച് ഉറുമ്പുകള് ചെറിയ ചെറിയ ഗ്രെയിൻസ്, അവർക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ചെറിയ അരിമണികളും ധാന്യങ്ങളൊക്കെ കൊണ്ട് പോകുന്ന കണ്ടു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉറുമ്പുകൾ വരി വരിയായിട്ട് എന്തേലും ഒക്കെ എടുത്തോണ്ട് പോകുന്നത്? കണ്ടിട്ടുണ്ടോ? ഉറുമ്പുകൾ അതിന്റെ കയ്യിൽ വെച്ചിട്ട് ചെറിയ അരിയോ പഞ്ചസാരയോ ബിസ്ക്കറ്റിന്റെ പൊടിയോ ഒക്കെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ലേ? നേരെ 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 പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഉണ്ടോ? അതുപോലെ ഒരു ദിവസം ലിറ്റിൽ ബേർഡി കളിക്കുമ്പോ കുറെ ഉറുമ്പുകൾ ഇങ്ങനെ ചെറിയ ചെറിയ അരിമണികളും പെറുക്കിയിട്ട് ധാന്യങ്ങളും പെറുക്കി പോകുന്നത് കണ്ടു. കണ്ടപ്പോ എന്ത് ചെയ്തു? He wanted to know where they were going. അവന് അറിയണമെന്ന് തോന്നി ഇവരൊക്കെ എങ്ങോട്ടാ പോകുന്നേ അല്ലെ. കുറെ ഉറുമ്പുകൾ ഇങ്ങനെ നേരെ നേരെ പോകുന്ന കാണുന്നുണ്ട്. ഇവരെങ്ങോട്ടാ പോകുന്നേന്ന് അറിയണം തോന്നി. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ഉറുമ്പ് എന്ത് ചെയ്തു? ഈ ലിറ്റിൽ ബേർഡി എന്ത് ചെയ്തു? ഉറുമ്പുകളുടെ പുറകെ പോയി നോക്കി അല്ലെ, ഇവരെങ്ങോട്ടാ പോകുന്നേന്ന് അറിയാൻ. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? എവിടുന്നെങ്കിലും കളിക്കുമ്പോ എന്തെങ്കിലും കാണുമ്പോ അതിന്റെ പുറകെ പോവാറുണ്ടോ? അങ്ങനെ പോയരുത് കേട്ടോ. നിങ്ങൾ എവിടുന്നെങ്കിലും കളിക്കുമ്പോ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അത് നോക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് പോയരുത്. ഒറ്റയ്ക്ക് പോയാൽ എന്താവും? നമ്മുടെ ലിറ്റിൽ ബേർഡിക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കും. ഈ ലിറ്റിൽ ബേർഡിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താ നോക്കാം അല്ലെ.
അപ്പൊ ഉറുമ്പുകൾ ഇങ്ങനെ പോകുന്ന കണ്ടപ്പോ ലിറ്റിൽ ബേർഡിക്ക് അത് അറിയണമെന്ന് തോന്നി. ഇവരെങ്ങോട്ടാ പോകുന്നേ നോക്കാൻ വേണ്ടി ആ ലിറ്റിൽ ബേർഡ് എന്ത് ചെയ്തു? ഈ ഉറുമ്പുകളുടെ പുറകെ പോയി. കുറെ ദൂരം പോയപ്പോ ഉറുമ്പുകൾ എന്ത് ചെയ്തു? ഒരു ചെറിയ ദ്വാരത്തിന്റെ അകത്ത് കയറിപ്പോയി. ചെറിയ ഹോള് മതിയല്ലേ, ഉറുമ്പിന് കയറാൻ ചെറിയ സ്ഥലമല്ലേ വേണ്ടു. അപ്പൊ ചെറിയൊരു ഹോളിന്റെ അകത്തേക്ക് ഈ ഉറുമ്പുകളൊക്കെ കയറിപ്പോയി. അപ്പൊ അത് കണ്ടപ്പോ ലിറ്റിൽ ബേർഡ് എന്ത് ചെയ്തു? ഉറുമ്പുകൾ എവിടെയാ പോകുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ലിറ്റിൽ ബേർഡ് തിരിഞ്ഞു വീട്ടിലേക്ക് പോകാൻ വേണ്ടി തിരിച്ചു നടന്നു. പക്ഷെ എന്ത് ചെയ്തു? കുറെ ദൂരം നടന്നിട്ടും he could not find his brothers and sisters. അതിന്റെ ഏട്ടന്മാരെയും അനിയന്മാരെയും അനിയത്തിമാരെയും ഒന്നും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയില്ല. അവരുടെ കൂടെ കളിക്കായിരുന്നു. പക്ഷെ ഉറുമ്പിന്റെ പുറകെ പോയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ആരെയും കാണാനില്ല. ലിറ്റിൽ ബേർഡ് ഒറ്റയ്ക്കേ ഉള്ളൂ. ഒറ്റയ്ക്കാണല്ലേ. ലിറ്റിൽ ബേർഡിക്ക് ഭയങ്കര വിഷമായി, പേടിയായി അല്ലേ. ആരുമില്ല കൂടെ. ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും ആരെയും കാണാനില്ല. വീട്ടിലോട്ട് പോകാനുള്ള വഴിയും അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങളോടും പറയുന്നത് എന്ത്? എവിടെ നിന്നെങ്കിലും കളിക്കുമ്പോ വേറെ എന്തെങ്കിലും കണ്ടാൽ അതിന്റെ പുറകെ പോയരുത് എന്നല്ലേ. നിങ്ങൾ ചിലപ്പോ ആരെങ്കിലും പോകുന്ന കണ്ടാലോ എന്തെങ്കിലും കണ്ടാലോ അത് അന്വേഷിച്ചു പോവും. അങ്ങനെ അന്വേഷിച്ച് നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ എന്ത് ചെയ്യും? ലിറ്റിൽ ബേർഡിക്ക് പറ്റിയതുപോലെ വീട്ടിലോട്ടുള്ള വഴി അറിയാതെ എവിടെയെങ്കിലും പെട്ടുപോകും നമ്മളല്ലേ. അപ്പൊ അങ്ങനെ ലിറ്റിൽ ബേർഡ് വീട്ടിലോട്ടുള്ള വഴി അറിയാതെ വിഷമിച്ച് പോവുകയാണ് അല്ലേ. Then he was lost. He did not know how to get back home. അവന് അറിയില്ലായിരുന്നു എങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകും. ഞാൻ ഇവിടെ ഒറ്റയ്ക്കായി അല്ലേ, ഇനി എങ്ങനെ ഞാൻ തിരിച്ചു പോകുന്ന അറിയാതെ വഴി അറിയാതെ വിഷമിച്ച് നടന്നു. He walked, he ran, he flew. അവൻ നടന്നു, ഓടി, പറന്നു ഒക്കെ ചെയ്തു. പക്ഷെ എന്നിട്ടും വീട്ടിലോട്ടുള്ള വഴി കിട്ടിയില്ല. അവസാനം എവിടെ എത്തി? ബണ്ണി റാബിറ്റിന്റെ അടുത്തെത്തി. ഒരു റാബിറ്റിന്റെ വീട്ടിലെത്തി. ബണ്ണി ഇസ് എ റാബിറ്റ്. ഓക്കെ, ഒരു മുയലിന്റെ വീട്ടിലെത്തി. എന്നിട്ട് അതിനോട് ചോദിച്ചു, ഈസ് ദിസ് മൈ ഹോം? ഇതെന്റെ വീടാണോ എന്ന് ചോദിച്ചു അല്ലെ. ലിറ്റിൽ ബേർഡിക്ക് അതിന്റെ വീട് അറിയോ? ഇല്ല. അവസാനം റാബിറ്റിന്റെ വീട്ടിലെത്തിയപ്പോ ചോദിച്ചു, ഇതെന്റെ വീടാണോ എന്ന് ചോദിച്ചു. അപ്പൊ റാബിറ്റ് പറഞ്ഞു, നോ, ദിസ് ഇസ് മൈ ഹോം. ഇത് നിന്റെ വീടല്ല, എന്റെ വീടാണ്. പക്ഷെ പ്ലീസ് കം ഇൻ ആൻഡ് ഹാവ് എ ബിറ്റ് ഓഫ് ക്യാരറ്റ്. പക്ഷെ വന്ന് അകത്ത് കയറിയാല് നിനക്ക് ഒരു കഷ്ണം ക്യാരറ്റ് തിന്നാൻ തരാന്ന് പറഞ്ഞു അല്ലേ. ആരോട് പറഞ്ഞു? ലിറ്റിൽ ബേർഡിയോട് പറഞ്ഞു. റാബിറ്റിന് ഏറ്റവും ഇഷ്ടം ക്യാരറ്റ് അല്ലേ. അപ്പൊ റാബിറ്റിന്റെ വീട് നിറയെ ക്യാരറ്റ് ഉണ്ട്. അപ്പൊ റാബിറ്റ് പറഞ്ഞു, ഇത് നിന്റെ വീടൊന്നുമല്ല, പക്ഷെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ച് ക്യാരറ്റ് ഞാൻ കഴിക്കാൻ തരാന്ന് പറഞ്ഞു. ലിറ്റിൽ ബേർഡി എന്ത് ചെയ്തു? ബേർഡി ate a small piece of carrot. ബേർഡി എന്ത് ചെയ്തു? എന്തായാലും വിളിച്ചതല്ലേ എന്ന് കരുതി വീട്ടിൽ കയറിയിട്ട് ചെറിയൊരു കഷ്ണം ക്യാരറ്റ് കഴിച്ചു അല്ലേ. ബട്ട് ഹി ഡിഡ്ന്റ് റിയലി ലൈക്ക് ഇറ്റ്. പക്ഷെ അത് ലിറ്റിൽ ബേർഡിക്ക് അത്ര ഇഷ്ടമായിട്ടൊന്നുമില്ല. ക്യാരറ്റ് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. പക്ഷെ എന്നാലും വിളിച്ചതല്ലേ എന്ന് കരുതി വീട്ടിനകത്ത് പോയിട്ട് ഇത്തിരി ക്യാരറ്റ് ഒക്കെ കഴിച്ചു പുറത്തിറങ്ങി അല്ലേ. പിന്നെ നടന്നു. എവിടേക്കാ നടക്കുന്നേ? വീട് അന്വേഷിച്ച് നടക്കാണല്ലേ. Then he saw ducky swimming in a lake. കുറച്ചുകൂടെ നടന്നപ്പോ ഒരു ലേക്കില്, ഒരു തടാകത്തില്, ഒരു വെള്ളത്തില് ആര് നീന്തി കളിക്കുന്നുണ്ട്? സ്മോൾ ഡക്കി. ഒരു ഡക്കി ഉണ്ടല്ലേ, ഡക്ക് ഉണ്ട്, താറാവ് നീന്തി കളിക്കുന്നുണ്ട്. അപ്പൊ ലിറ്റിൽ ബേർഡ് താറാവിനോട് ചോദിച്ചു, ഈസ് ദിസ് മൈ ഹോം? ഇതെന്റെ വീടാണോ എന്ന് ചോദിച്ചു. ഓക്കെ, അപ്പൊ ഡക്കി പറഞ്ഞു, ഡക്കി മീൻസ് താറാവ് അല്ലെ. താറാവ് പറഞ്ഞു, നോ, ദിസ് ഇസ് നോട്ട് യുവർ ഹോം, ദിസ് ഇസ് മൈ ഹോം. അല്ല, ഇത് നിന്റെ വീടൊന്നുമല്ല, എന്റെ വീടാണ്. ബട്ട് യു ആർ ഹംഗ്രി, ഐ ക്യാൻ ഗിവ് യു സം ഫിഷ് ടു ഈറ്റ്. നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് മീനുകളെ തരാം, നിനക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് മീൻ തരാന്ന് പറഞ്ഞു. താറാവ് എന്താണ്, മീനൊക്കെ കൊത്തി കഴിക്കുന്നുണ്ടാവും അല്ലെ വെള്ളത്തിൽ നിന്ന്. താറാവ് പറഞ്ഞു, ഇനി നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വെള്ളത്തിൽ നിന്ന് കുറച്ച് മീൻ തരാൻ കഴിക്കാൻ, പക്ഷെ ഇത് നിന്റെ വീടല്ല എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ലിറ്റിൽ ബേർഡി എന്ത് പറഞ്ഞു? ഓ, ഐ ജസ്റ്റ് എയ്റ്റ്. ഞാൻ ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ. എവിടെ നിന്ന് കഴിച്ചു? റാബിറ്റിന്റെ വീട്ടിൽ നിന്ന് ക്യാരറ്റ് കഴിച്ചില്ലേ. അപ്പൊ ലിറ്റിൽ ബേർഡിക്ക് വിശക്കുന്നൊന്നുമില്ല. അപ്പൊ ലിറ്റിൽ ബേർഡി പറഞ്ഞു, ഓ, ഐ ജസ്റ്റ് എയ്റ്റ് സം ക്യാരറ്റ്. ഞാനിപ്പോ കുറച്ച് ക്യാരറ്റ് കഴിച്ചതേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് ഫിഷ് ഒന്നും വേണ്ട. ഇത് എന്റെ വീടല്ലല്ലോ, ഇതല്ലല്ലോ എന്റെ വീട്, അതുകൊണ്ട് ഞാൻ പോവാണ് എന്ന് പറഞ്ഞു അല്ലെ. ഐ ഹാവ് ടു ഗെറ്റ് ബാക്ക് മൈ ഹോം. എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിലെത്തിയാൽ മതി. എനിക്ക് കഴിക്കാൻ മീനൊന്നും വേണ്ട, ഞാനിപ്പോ കഴിച്ചു, എനിക്ക് എന്റെ വീട്ടിലേക്ക് പെട്ടെന്ന് എത്തിയാൽ മതി എന്ന് പറഞ്ഞു അല്ലേ. Then Birdie then went to Sherry the tiger's cave.
ദെൻ ആരുടെ അടുത്തെത്തി? ഷെറി അല്ലെ. ഷെറി എന്ന് പറഞ്ഞൊരു ടൈഗറിന്റെ ഗുഹയിലെത്തി. ടൈഗർ എവിടെയാ താമസിക്കുക? കേവിലാണ്. കേവ് മീൻസ് ഗുഹ. ഗുഹയിലെത്തി അല്ലെ. എന്നിട്ട് ചോദിച്ചു ഷെറി ദ ടൈഗർ ഡിഡ് നോട്ട് ഹാവ് ഇനഫ് ടു ഈറ്റ് ഫോർ ലഞ്ച്. പക്ഷെ ഈ ടൈഗർ എന്താ അറിയോ, ഭയങ്കര ദേഷ്യത്തിൽ ഇരിക്കുകയായിരുന്നു. കാരണം എന്താണ്? ടൈഗറിന് ഉച്ചയ്ക്ക് കഴിക്കാൻ, ലഞ്ചിന് കഴിക്കാൻ ആവശ്യമുള്ള അത്രയും ഭക്ഷണം ഉണ്ടായില്ല. അപ്പൊ വിശപ്പ് മുഴുവൻ മാറാത്തതുകൊണ്ട് ഈ ടൈഗർ ഇങ്ങനെ കുറച്ച് ദേഷ്യത്തിലാ ഉള്ളത്. അപ്പൊ ഈ ലിറ്റിൽ ബേർഡി പോയിട്ട് ടൈഗറിനോട് ചോദിച്ചു, ഷെറി ഈസ് ദിസ് മൈ ഹോം? ഇതെന്റെ വീടാണോ എന്ന് ചോദിച്ചു ഗുഹ കണ്ടിട്ട്. അപ്പൊ ഷെറി ദ ടൈഗർ പറഞ്ഞു അല്ലേ, എന്ത് വളരെ ദേഷ്യത്തിലായിരുന്നു ടൈഗർ. കാരണം വിശക്കുന്നുണ്ടല്ലേ. വിശക്കുമ്പോ നമുക്കൊക്കെ ദേഷ്യം വരില്ലേ? വരും. നമുക്ക് ഇഷ്ടമുള്ളത് ആവശ്യമുള്ളതൊന്നും കിട്ടിയില്ല എങ്കിൽ നമുക്ക് ദേഷ്യം വരും അല്ലെ. നിങ്ങൾ അങ്ങനെയാണ്, വിശക്കുമ്പോ കരയും, ദേഷ്യപ്പെടും, അമ്മമാര് തല്ലും ഒക്കെ ചെയ്യാറുണ്ടാവും. അതെന്തിനാണ്? ചിലപ്പോ വിശക്കുമ്പോഴായിരിക്കും അല്ലെ. അപ്പൊ ഈ ടൈഗർ ഇങ്ങനെ കുറച്ച് ദേഷ്യത്തിലാ ഉള്ളത്. അപ്പൊ ലിറ്റിൽ ബേർഡി വന്നിട്ട് ടൈഗറിനോട് ഇതെന്റെ വീടാണോ എന്ന് ചോദിച്ചപ്പോ ഈ ടൈഗറിന് ദേഷ്യം വന്നു. അത് ദേഷ്യത്തിൽ പറഞ്ഞു നോ ദിസ് ഇസ് നോട്ട് യുവർ ഹോം. എന്നിട്ട് എന്ത് ചെയ്തു? ഒന്ന് മുരണ്ടു അല്ലെ, ശബ്ദം ഉണ്ടാക്കി. ആരെ പേടിപ്പിക്കാൻ? ലിറ്റിൽ ബേർഡിനെ പേടിപ്പിക്കാൻ വേണ്ടി. അല്ല, ഇത് നിന്റെ വീടൊന്നല്ല, ദേഷ്യത്തിൽ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? സൂൺ ബണ്ണി, ഡക്കി ആൻഡ് ഷെറി സ്റ്റാർട്ടഡ് വാക്കിംഗ് വിത്ത് ബേർഡി. അപ്പൊ ഇവര് 3 പേരും, ആരൊക്കെ? ബണ്ണി റാബിറ്റും ഡക്കിയും ഷെറി ടൈഗറും. 3 പേരോടല്ലേ ലിറ്റിൽ ബേർഡി പോയി വീട് ചോദിച്ചേ. അപ്പൊ ഇവര് 3 പേരും എന്ത് ചെയ്തു? ലിറ്റിൽ ബേർഡിനെ വീട്ടിലെത്തിക്കാൻ സഹായിക്കാന്ന് വിചാരിച്ചിട്ട് ഇവര് 3 പേര് ലിറ്റിൽ ബേർഡിയുടെ കൂടെ നടന്നു, വീട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. കുറേ ദൂരം അവര് നടന്നു. Suddenly they heard cheep cheep tweet tweet from a nest in a tree. പെട്ടെന്ന് അവരിങ്ങനെ നടക്കുമ്പോ ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് ശബ്ദം കേട്ടു. എന്ത്? ചീപ്പ് ചീപ്പ് എന്ന് പറഞ്ഞ ഒരു ശബ്ദം കേട്ടു. പക്ഷികൾ കരയുന്ന പോലെ ശബ്ദം കേട്ടു. പെട്ടെന്ന് അവര് നടന്നപ്പോ നോക്കുമ്പോ ഉണ്ട് മരത്തിന്റെ മുകളിലുള്ള നെസ്റ്റ്. നെസ്റ്റ് മീൻസ് കൂടല്ലേ, പക്ഷിക്കൂട്. പക്ഷിക്കൂടിന്റെ ഉള്ളിൽ നിന്ന് കരയുന്ന ശബ്ദം കേട്ടു ഒരു മരത്തിന്റെ മുകളില്. They all looked up. അവര് 3 പേരും 4 പേരും എന്ത് ചെയ്തു? മുകളിലേക്ക് നോക്കി, എവിടുന്നായി ശബ്ദം കേൾക്കുന്നേന്ന്. Birdie's brothers and sisters were calling out to him. Birdie flew up and thanked all the others. അപ്പൊ എന്താണ്? ആരാ കരഞ്ഞേ? ഈ ലിറ്റിൽ ബേർഡിന്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ലിറ്റിൽ ബേർഡിനെ വിളിക്കാണ്, ശബ്ദം ഉണ്ടാക്കിയിട്ട്. ചീപ്പ് 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 എന്ന് പറഞ്ഞ ഒരു ശബ്ദം അവര് നടക്കുമ്പോ മരത്തിന്റെ മുകളിൽ നിന്ന് കേട്ടു. അപ്പോഴേക്കും അത് ആരാണ്? ലിറ്റിൽ ബേർഡിന്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സുമാണ്. അപ്പൊ ലിറ്റിൽ ബേർഡി അവരോട് ചോദിച്ചു, ഈസ് ദിസ് മൈ ഹോം? ഇതെന്റെ വീടാണോ? അപ്പൊ ലിറ്റിൽ ബേർഡിന്റെ ബ്രദറും സിസ്റ്ററും ഒക്കെ പറഞ്ഞു, യെസ് ദിസ് ഇസ് യുവർ ഹോം. ഇതാണ് നിന്റെ വീട് എന്ന് പറഞ്ഞു. അപ്പൊ ലിറ്റിൽ ബേർഡി എന്ത് ചെയ്തു? വീട് കണ്ടുപിടിക്കാൻ സഹായിച്ച നമ്മുടെ ടൈഗറിനും റാബിറ്റിനും ഡക്കിനും ഒക്കെ താങ്ക്സ് പറഞ്ഞു. അവസാനം വീട്ടിലെത്തി. കേട്ടോ? ഇഷ്ടായോ കഥ? നല്ല കഥയാണോ? യെസ് ഓർ നോ? യെസ്. ഇതിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മൾ എവിടെയെങ്കിലും കളിക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴോ ഒക്കെ എപ്പോഴും എന്ത് ചെയ്യാ? നമ്മുടെ കൂടെ ആരെങ്കിലും മുതിർന്ന ഒരാൾ ഉണ്ടാവണല്ലേ. നമ്മളൊക്കെ ലിറ്റിൽ ബേർഡി അല്ലേ? നമ്മളല്ല, നിങ്ങളൊക്കെ ലിറ്റിൽ ബേർഡി അല്ലേ? ആണ്. ഈ ലിറ്റിൽ ബേർഡിനെ പോലെയാണ് നിങ്ങള്. ചെറുതാണല്ലേ. എവിടെയെങ്കിലും പോയാൽ നിങ്ങളുടെ വീടുകൾ കണ്ടുപിടിച്ച് തിരിച്ചു വരാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ എവിടെയെങ്കിലും പോയാല് എന്താണ്? നിങ്ങൾക്ക് ചിലപ്പോ വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള വഴിയൊന്നും കിട്ടണമെന്നില്ല. അപ്പൊ ഈ ലിറ്റിൽ ബേർഡി പോയതുപോലെ വഴിയിൽ അതും ഇതും ഒക്കെ കാണുമ്പോ അതിന്റെ പുറകെ അന്വേഷിച്ച് ഒറ്റയ്ക്ക് പോയരുത് അല്ലെ. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഇവിടെയൊക്കെ മാറിപ്പോവാവൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ലിറ്റിൽ ബേർഡി പോയതുപോലെ വഴി അറിയാതെ എവിടെയെങ്കിലും പോവല്ലേ. കേട്ടോ? അപ്പൊ എന്ത് ചെയ്യാ? എപ്പോഴും പാരന്റ്സിന്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റേഴ്സിന്റെയോ ബ്രദേഴ്സിന്റെയോ ഒക്കെ കൂടെ മാത്രം നടക്കുക അല്ലെ. ഒറ്റയ്ക്കൊന്നും എവിടെയും ഒന്നും അന്വേഷിച്ചു പോകരുത്. കേട്ടോ? നല്ല കഥയാണോ ലിറ്റിൽ ബേർഡിന്റെ? ആണ് അല്ലെ? ആണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ടൈമൊക്കെ കഴിയാൻ വേണ്ടി പോവാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോ നന്നായി വായിച്ചൊക്കെ നോക്കുക. ആനിമൽ ബേബീസും ആനിമൽ ഹോമും ഒക്കെ പഠിച്ചിട്ട് വരിക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ദേ ഹെൽപ്പ് അസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഹെൽപ്പിംഗ് പീപ്പിളിനെ കുറിച്ചാണ്. ഒരുപാട് ആൾക്കാർ നമ്മളെ പല കാര്യങ്ങൾക്ക് സഹായിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ ഡ്രസ്സ് ഉണ്ടാക്കുന്നത് ഒരാളാണ്, നമുക്ക് വേണ്ട ഫുഡൊക്കെ ഗ്രോ ചെയ്യുന്നത് ഒരാളാണ്, നമ്മളെ പഠിപ്പിക്കുന്നത് വേറൊരാളാണ്, നമ്മൾ അസുഖം വരുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് വേറൊരാളാണ്.
പിന്നെ ഒരുപാട് ഹെൽപ്പിംഗ് പീപ്പിൾ ഉണ്ട് നമ്മുടെ ചുറ്റും, നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ ആൾക്കാർ. അപ്പൊ അവരെ കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുക. ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാറായി, ടൈം കഴിയാറായി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം അല്ലേ? ഓക്കെ, ടാറ്റാ, ബൈ ബൈ, ബൈ. See you in the next class. Bye. Love you all.